നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിയന്ത്രണം നഷ്ടപ്പെട്ട തടിലോടെ മീഡിയനിലിടിച്ച അപകടം. കച്ചേരിത്താരത്ത് തിങ്കളാഴ്ച രാത്രി 2 അപകടം. അപകടത്തിൽ റോഡിലെ മീഡിയനും കൈവരിയും തകർന്നു. അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചിരുന്ന ടെക്നിക്കൽ ഹൈസ്കൂൾ ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ വെള്ളൂർക്കുന്നത്തെ ബഹുനില ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. കാഴ്ചയുടെ വസന്തത്തിന് തിരശ്ശീല വീണു. മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് പ്രൗഢോജ്വല സമാപനം. 6ാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് സമാപനം കുറിച്ചത്. ലഹരിക്കെതിരെ കളിക്കളം ഒരുങ്ങുന്നു. MLA കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. ഗ്രാൻഡ് ഫൈനലിൽ വാളകം കിരീടം സ്വന്തമാക്കി. കിഴക്കേക്കര പ്രീമിയർ ലീഗ് സെവൻസ് കിഴക്കേക്കരയ്ക്ക് വിജയം. ഫൈനലിൽ എതിരാളികളെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് വിജയം. വാർത്തകൾ വിശദമായി. കച്ചേരിത്താരത്ത് തടിലോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മീഡിയനിലേക്ക് ഇടിച്ച് അപകടം. തിങ്കളാഴ്ച രാത്രി 2 ഉണ്ടായ അപകടത്തിൽ റോഡിലെ മീഡിയനും കൈവരിയും തകർന്നു. തടിലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് MC റോഡിലെ മീഡിയനും കൈവരിയും തകർത്തു. തിങ്കളാഴ്ച രാത്രി 2 PO ജംഗ്ഷനിൽ നിന്ന് വെള്ളൂർക്കുന്ന ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് കച്ചേരിത്താരത്തെ റോഡിലെ മീഡിയനും കൈവരിയും തകർത്ത് നിൽക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മൂവാറ്റുപുഴ ന്യൂസിന് ലഭിച്ചു. ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. അപകടത്തിൽ ലോറിയുടെ മുൻഭാഗവും കൈവരിയുടെ കമ്പികളും തകർന്ന നിലയിലാണ്. നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി കൈവരിയും മീഡിയനും സ്ഥാപിച്ചത്. മീഡിയനും കൈവരിയും സ്ഥാപിച്ചതിൽ അശാസ്ത്രീയത ഉണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ SNDP ജംഗ്ഷനിലും അപകടം നടന്നിട്ടുണ്ട്. അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചിരുന്ന ആയവന ടെക്നിക്കൽ ഹൈസ്കൂൾ നഗരഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. വെള്ളൂർക്കുന്നത്തെ ബഹുനില ലൈബ്രറി മന്ദിരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച സ്കൂളിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. അസൗകര്യങ്ങളുടെ നടുവിൽ പ്രതിസന്ധിയിലായിരുന്ന നിയോജക മണ്ഡലത്തിലെ ഏക ടെക്നിക്കൽ സ്കൂൾ മൂവാറ്റുപുഴ നഗരഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസം അനിവാര്യമായ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന വിധത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് ആയവനയിൽ പ്രവർത്തിച്ചിരുന്ന ടെക്നിക്കൽ സ്കൂൾ വെള്ളൂർക്കുന്നത്തെ ബഹുനില ലൈബ്രറി മന്ദിരത്തിലേക്ക് നഗരസഭ മാറ്റി സ്ഥാപിച്ചത്. മുനിസിപ്പൽ ലൈബ്രറി കോംപ്ലക്സിന്റെ 2ാമത്തെയും 3ാമത്തെ നിലകളും റൂഫ് ടോപ്പും സ്കൂൾ ആവശ്യത്തിന് നഗരസഭ വിട്ടുനൽകി. സ്കൂൾ മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. ഈ ഒരു ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നതാണ് എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. ഇനി ഏതാനും നാളുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ തേടി മാതാപിതാക്കളും കുട്ടികളും എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ കൂടുതലും ഓരോ നാളുകൾ കഴിയും തോറും കോമ്പറ്റീഷൻ്റെ കാലഘട്ടമാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ അക്കാദമിക്സ് കൂടുതലും അഡ്വാൻസ്ഡ് ആകുവാനായിട്ടും സ്കിൽ ഓറിയൻറ്റഡ് ആകുവാനായിട്ടുമുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി കൂടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം മൂവാറ്റുപുഴയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഈ നഗരസഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവ് എന്ന നിലയിലും ഞാനിതിന് എല്ലാ ആശംസകളും നേരുകയാണ്. നഗരസഭ മുൻ ചെയർപേഴ്സൺ PP എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ ഉപസമിതി അധ്യക്ഷ ഷെഹന മാഹിൻ, കൗൺസിലർ ദീപ്തി വിപിൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം, ജോയിന്റ് ഡയറക്ടർ സിനിമോൾ, ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് സജിന K പൗലോസ്, സ്കൂൾ വികസന സമിതി സൂപ്രണ്ട് PC സജീവ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ, സ്കൂൾ വികസന സമിതി ട്രഷറർ PB ജിജീഷ് എന്നിവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കാഴ്ചയുടെ വസന്തത്തിന് തിരശ്ശീല വീണു. മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് പ്രൗഢോജ്വല സമാപനം. 4 ദിവസം നീണ്ടുനിന്ന 6ാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് സമാപനം കുറിച്ചത്.
4 ദിവസം നീണ്ടുനിന്ന ആവേശകരമായ കാഴ്ചയുടെ വിരുന്ന് 16ാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള സമാപിച്ചു. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി നിർമ്മല കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മേള സിനിമാ പ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ അറിവും വിനോദവും പകരുന്ന സാംസ്കാരിക സംഗമമായി മാറി. നിർമ്മല കോളേജിൽ നടന്ന സമാപന സമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാളൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രമുഖ സംവിധായകൻ അരുൺ ബോസ്, തിരക്കഥാകൃത്ത് മൃദുൽ ജോർജ്, പ്രശസ്ത കലാസംവിധായകൻ അനീസ് നാടോടി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. സിനിമയുടെ പിന്നാമ്പുറത്തെ കഠിനാധ്വാനത്തെക്കുറിച്ചും പുതിയ കാലത്തെ സിനിമയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഇവർ സദസ്സിൽ പങ്കുവച്ചു. യോഗത്തിൽ ഫിലിം സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഡി പ്രേംനാഥ്, ജോയിന്റ് സെക്രട്ടറി തിലകരാജ് മൂവാറ്റുപുഴ, സിസ്റ്റർ ആർമേള സി, ഡോക്ടർ KV തോമസ്, ഡോക്ടർ നിബു തോംസൺ എന്നിവർ പ്രസംഗിച്ചു. സമാപന ദിവസം 3 മലയാള സിനിമകളും ഒരു ഡോക്യുമെന്ററിയുമാണ് പ്രദർശിപ്പിച്ചത്. റീത്ത്, മോഹം, മിണ്ടിയും പറഞ്ഞും എന്നീ സിനിമകൾക്കൊപ്പം വേണു വി ദേശം എന്ന ശ്രദ്ധേയമായ ഡോക്യുമെന്ററിയും കാണികൾക്ക് മുന്നിലെത്തി. പ്രദർശനത്തിന് ശേഷം നടന്ന ഓപ്പൺ ഫോറം മേളയിലെ പ്രധാന ആകർഷണമായിരുന്നു. മോഹം എന്ന സിനിമയുടെ സംവിധായകൻ ഫൈസൽ റസാഖ്, മിണ്ടിയും പറഞ്ഞും സംവിധായകൻ അരുൺ ബോസ്, ഡോക്യുമെന്ററി സംവിധായകൻ വേണു വി ദേശം എന്നിവർ സിനിമ ആസ്വാദകരുമായി സംവദിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളായി ലോക സിനിമയുടെയും പ്രാദേശിക സിനിമയുടെയും വൈവിധ്യമാർന്ന കാഴ്ചകളാണ് മൂവാറ്റുപുഴയിൽ അരങ്ങേറിയത്. മികച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ ചലച്ചിത്രമേള മൂവാറ്റുപുഴയുടെ സാംസ്കാരിക മേഖലയിൽ പുതിയൊരു ഉണർവ് നൽകിയാണ് സമാപിച്ചത്. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാരം ചന്ദനം ചാർത്തും കുംഭപ്പൂയ മഹോത്സവവും ആരംഭിച്ചു. കലാസന്ധ്യ ദർശനം 26 ഉദ്ഘാടനം സിനിമാ താരം ഷിബു തിലകൻ നിർവഹിച്ചു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാരം ചന്ദൻ ചാർത്തും കുംഭപ്പൂയ മഹോത്സവവും ആരംഭിച്ചു. ഫെബ്രുവരി 26 വരെയാണ് ചന്ദൻ ചാർത്ത് നടത്തപ്പെടുന്നത്. ദശാവതാരത്തിന്റെ ദശകം എന്ന പേരിൽ നടത്തുന്ന ചന്ദൻ ചാർത്തിന്റെ കലാസന്ധ്യകൾ ദശകം 26 ഉദ്ഘാടനം സിനിമാ താരം ഷിബു തിലകൻ നിർവഹിച്ചു. സെക്രട്ടറി എന്നിവരെ ക്ഷണിക്കുന്നു. ചിലപ്പോൾ ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുഹൃത്തായിട്ട് അതിലുള്ള ഒരാളായിരിക്കാം, ആ ഒരു ആത്മാവായിരിക്കാം എൻ്റെ ഉള്ളിൽ ഇരിപ്പിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള അങ്ങനെ കുറെ ആൾക്കാരെ കാണാനും അവരോട് സംവദിക്കാനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ വേദങ്ങളിലും നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രശസ്ത ബാലതാരവും JC ഡാനിയൽ പുരസ്കാര ജേതാവുമായ സിജിൻ സതീഷിനെ ഷിബു തിലകൻ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് സന്തോഷ് ES അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുരേഷ് NM ആമുഖ സന്ദേശം നൽകി. കൺവീനർ വിനോദ് കുമാർ CK, സെക്രട്ടറി അഖിൽ MD, തപസ്യകല സാഹിത്യവേദി മഴുവന്നൂർ മേഖലാ സെക്രട്ടറി ശശി K മുണ്ടേക്കുടി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ശ്രീരഞ്ജിനി മണി ഭരതനാട്യവും കുമാരി ശിവപ്രിയ ദേവി ഗീതായാനം സംസ്കൃത ഏകാംഗ അഭിനയവും അവതരിപ്പിച്ചു. 27, 28 മാർച്ച് 1 ദിവസങ്ങളിൽ കുംഭപ്പൂയ മഹോത്സവം നടത്തപ്പെടുന്നത്. മാർച്ച് 2 മകം തൊഴലോടെ ചടങ്ങുകൾ സമാപിക്കും. മാർച്ച് 1 വരെ വിവിധ പരിപാടികളും കുംഭപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കിഴക്കേക്കര പ്രീമിയർ ലീഗിൽ സെവൻസ് കിഴക്കേക്കരയ്ക്ക് വിജയം. മൂവാറ്റുപുഴയുടെ ആദ്യ പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റായ കിഴക്കേക്കര പ്രീമിയർ ലീഗ് 10ാം വർഷത്തിലേക്ക് 15 വയസ്സ് മുതൽ 45 വരെയുള്ള വിവിധ പ്രായത്തിലുള്ള കളിക്കാർ വിവിധ ടീമുകളായി തിരിഞ്ഞ് മത്സരിക്കുന്നതും ടൂർണമെന്റിന്റെ പ്രത്യേകതയാണ്. ഇത്തവണത്തെ ലീഗ് മത്സരത്തിൽ സെവൻസ് കിഴക്കേക്കര കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ എതിരാളികളെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെവൻസ് കിഴക്കേക്കരയുടെ വിജയം. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MLA കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപനം. ഗ്രാൻഡ് ഫൈനലിൽ ആരക്കുടിയെ ഏക ഗോളിന് തോൽപ്പിച്ച് വാളകം കിരീടം സ്വന്തമാക്കി. മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MLA കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റ് ഗ്രാൻഡ് ഫൈനൽ വാളകം ചാമ്പ്യന്മാരായി. കാലാമ്പൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആവേശകരമായ മത്സരത്തിൽ ആരക്കുഴയെ എക്സ്ട്രാ ടൈമിൽ നേടിയ ഏക ഗോളിന്റെ കരുത്തിൽ തോൽപ്പിച്ചാണ് വാളകം കിരീടം സ്വന്തമാക്കിയത്. ആദ്യ പകുതിയും 2ാം പകുതിയും അവസാനിക്കുമ്പോൾ വാളകവും ആരക്കുഴയും സമനിലയിൽ തുടരുകയായിരുന്നു. തുടർന്ന് അനുവദിച്ച എക്സ്ട്രാ ടൈമിലാണ് വാളകം നിർണായകമായ ഗോൾ നേടിയത്.
ചാമ്പ്യന്മാരായ വാളകത്തിന് MLA കപ്പ് ട്രോഫിയും 30,000 രൂപയും പാരിതോഷികവും സമ്മാനമായി നൽകി. റണ്ണറപ്പായ ആരക്കുഴയ്ക്ക് ട്രോഫിയും 15,000 രൂപയും ലഭിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടന വേളയിൽ മൂവാറ്റുപുഴയിലെ ഒളിമ്പ്യൻ ചന്ദ്രശേഖർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷമുള്ള സൗകര്യങ്ങൾ അവതരിപ്പിക്കുന്ന AI എലിവേഷൻ വീഡിയോ പ്രദർശിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ മൂവാറ്റുപുഴയുടെ പേര് എഴുതപ്പെടുമെന്നും MLA പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ പരിമിതമായ സാഹചര്യങ്ങളാണ് ഇവിടെ കളിക്കുന്നതൊക്കെ. ഞാനിവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ മിക്ക കളികളും കാണാൻ വന്നിരുന്നു. എത്ര മികച്ച ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഈ നമ്മുടെ പഞ്ചായത്തുകളിലെ പ്ലേയേഴ്സ് തന്നെ എത്ര ടാലന്റഡ് ആയിട്ടുള്ളവരാണ്. അവർക്കൊരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഗ്രൗണ്ടുകളോ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും കഴിഞ്ഞ 8 ദിവസക്കാലം ഈ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ട പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടാവണമെന്നാണ്. നാളുകളിൽ മൂവാറ്റുപുഴയിലെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് ഫെസിലിറ്റി എല്ലാ അർത്ഥത്തിലും, ഫുട്ബോളിന് മാത്രമല്ല, ക്രിക്കറ്റ് ടർഫ്, അല്ലാതെ സ്വിമ്മിങ്, അതുപോലെ ഇൻഡോർ ബാസ്കറ്റ്, വോളിബോൾ, ഷട്ടിൽ ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, എല്ലാത്തിനും വേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നമുക്ക് നല്ലൊരു കായിക സംസ്കാരം ഉണ്ടാകും. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന കായിക താരങ്ങളെ, ഫുട്ബോൾ താരങ്ങളെ നമുക്ക് വാർത്തെടുക്കും. അതിന് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ഈ ഫെസിലിറ്റി എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ആ നിലയിലേക്ക് നമ്മുടെ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം. ടൂർണമെന്റിലെ വ്യക്തിഗത പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച ഗോളിയായി ആരക്കുഴയുടെ ആദർശും മികച്ച ഡിഫൻഡറായി ആയവന പഞ്ചായത്ത് ടീമിലെ ബാദുഷ ഇസ്മയിലും 6 ഗോളുകൾ നേടിയ ആവോലി പഞ്ചായത്തിലെ അരുൺ ഷാ ടോപ്പ് സ്കോററുമായി. വാളകൻ ടീമിലെ ബേസിൽ ഷിജു ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ നടന്ന ബ്ലൈൻഡ് ഫുട്ബോളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആയവന പഞ്ചായത്തിലെ മുഹമ്മദിനെ മാത്തിക്കുഴൽ നടൻ MLA ട്രോഫിയും മെഡലും നൽകി ആദരിച്ചു. ലഹരിക്കെതിരെ കളിക്കളം ഒരുങ്ങുന്നു എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് MLA കപ്പ് 2026 സംഘടിപ്പിച്ചത്. ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജിമോൾ പോൾ, ആലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതൂർ, വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുഭാഷ് കടക്കോട്, ഫൈസൽ വടക്കൻ, മനോജ് എന്നിവരുൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സർഗോത്സവം. സനാതന ധർമ്മത്തിന്റെ ചൈതന്യം പകർന്ന ബാലധർമ്മം പഠിതാക്കൾ. കേരളകാശി എന്നറിയപ്പെടുന്ന തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് മാറ്റുകൂട്ടി സനാതന സ്കൂൾ ഓഫ് ലൈഫിന്റെ വാർഷികാഘോഷമായ സർഗോത്സവം അരങ്ങേറി. ആത്മീയ പഠനത്തിനും സനാതനധർമ്മ പരിപാലനത്തിനും മുൻതൂക്കം നൽകുന്ന സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് ഭാരതീയ സംസ്കൃതിയെ അടുത്തറിയുവാനുള്ള വലിയൊരു വേദിയായി മാറി. സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി നാരായണ ശർമ്മ, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ മനോജ് കുമാർ, പ്രമുഖ യോഗാധ്യാപിക ഡോക്ടർ അജിത ബി, സംസ്കൃത അധ്യാപകനും ഭാഗവതാചാര്യനുമായ അരുണൻ ഇരളിയൂർ, അധ്യാപിക അഞ്ജന അരുണൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനെ കുറിച്ച് ചടങ്ങിൽ സംസാരിച്ച പ്രമുഖർ സ്കൂളിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തില് ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. ക്ഷേത്രങ്ങളോട് ബന്ധപ്പെടുത്തി ഇതുപോലെയുള്ള സനാതന ധർമ്മ പഠനം വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. നമ്മുടെ ചുറ്റുപാട് അനേക ക്ഷേത്രങ്ങളുണ്ട്, നമുക്കറിയാം. പല പല പരിപാടികൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് നേടുന്നു എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ആലോചിക്കേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. അപ്പോൾ അതിന് തീർത്തും വിരുദ്ധമായിട്ട് അതിൻ്റെ മറ്റ് പല ദിക്കിലും കാണാത്തതാണ് നമ്മൾ തിരുവമ്പ്ലാവിൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നത്. 2025-26 അധ്യയന വർഷത്തെ ബാലധർമ്മം പഠന പരിപാടിയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മുതിർന്ന സംസ്കൃത പഠിതാക്കളും ചേർന്ന് അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ കാണികളെ വിസ്മയിപ്പിച്ചു. കുട്ടികൾ അണിനിരന്ന ഭജനയും അതിനോടൊപ്പമുള്ള യോഗ പ്രദർശനവും സർഗോത്സവത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. ഏകാഗ്രതയും ഭക്തിയും ഒത്തുചേർന്ന ഈ പ്രകടനം സദസ്സിനെ ഭക്തി നിർഭരമാക്കി. സോപാന സംഗീതം, സംസ്കൃത ഗീതം, ക്ലാസിക്കൽ നൃത്തം എന്നിവ ഭാരതീയ കലയുടെ തനിമ ഒട്ടും ചോരാതെ വിദ്യാർത്ഥികൾ വേദിയിലെത്തിച്ചു.
ബാലധർമ്മം പഠന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സനാതനധർമ്മത്തിന്റെ അറിവുകൾ കേവലം പുസ്തകങ്ങളിൽ ഒതുക്കാതെ ജീവിതചര്യയുടെ ഭാഗമാക്കാൻ പ്രേരിപ്പിക്കുന്ന സ്കൂളിന്റെ ഈ രീതി ഏറെ ശ്രദ്ധേയമാണ്. CPIM ആദ്യകാല പ്രവർത്തകനും KSKTU നേതാവുമായിരുന്ന കല്ലൂർക്കാട് പെരുമാങ്കണ്ടം പാണക്കൽ PJ ജോർജ് 76 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 11-ന് തഴുവംകുന്നപ്പള്ളിയിൽ നടത്തി. ഭാര്യ ത്രേസ്യാമ്മ, മക്കൾ ബെന്നി, ബൈജു, ബാബു, ദീപ, മരുമക്കൾ സിൽവി, മിനി, ജെയ്സൺ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.